എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പൊന്മാൻ എന്ന 2025 ഇറങ്ങിയ മലയാളം സിനിമയാണ്. ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലറാണ്. സിനിമയെപ്പറ്റി ഒട്ടുമിക്ക എല്ലാവരും കേട്ടിരിക്കണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നല്ല സിനിമയാണ്, ഒരുപാട് പ്രശസ്തി നേടിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് ബേസിൽ ജോസഫ്, സജൻ ഗോപു, ലിജോ മോൾ ജോസാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതിഷ് ശങ്കറാണ്. എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്ന രണ്ടുപേരാണ്. GR ഇന്ദുഗോപനെ പൊതുവിൽ ആൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം ഒരുപാട് നല്ല കഥകൾ പുസ്തകങ്ങളായിട്ട് നോവലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിൻ്റെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് പൊന്മാൻ. അപ്പോൾ ഈ പൊന്മാൻ എന്ന് പറയുന്നത് പൊന്ന് മാൻ, സ്വർണവും മനുഷ്യനും, അതാണ് ബേസിക്കലി അർത്ഥം. ഇത് സ്പോയിലേഴ്സിനോട്ട് പോകുന്നതിന് മുമ്പ് ഓവറോൾ സിനിമ വളരെ നല്ല സിനിമയാണ്. മനുഷ്യൻ്റെ വാശി, നമ്മുടെ എൻഡുറൻസ് എന്ന് പറയുന്നത്, ദൃഢനിശ്ചയം, എന്തു വന്നാലും വിട്ടുകൊടുക്കാത്തൊരു സ്വഭാവം, അതെല്ലാം നല്ലോണം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു നല്ല സിനിമയാണ് പൊന്മാൻ. എനിക്കിത് കാണാൻ നേരത്തെ ഇത് എന്തിനെ പറ്റിയാണെന്നോ എന്താണെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലാതാണ് ഞാൻ കണ്ടത്. ട്രെയിലർ പോലും കണ്ടിട്ടില്ല എന്ന് ആണ് എൻ്റെ ഓർമ്മ. വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നുള്ളത് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടില്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഓക്കെ നൗ ദ സ്റ്റോറി ഈസ് സെറ്റ്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് പറയേണ്ടത് അഭിനയം ആണ്. ഓവറോൾ ടെക്നിക്കലി സിനിമ വളരെ നല്ലതാണ്. കൊല്ലം കാണിച്ചിട്ടുണ്ട്, തലവെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കാണിച്ചിരിക്കുന്നത് വളരെ സൂപ്പറായിട്ടാണ്. നമുക്ക് ആ സ്ഥലത്ത് എത്തിയതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്ഷൻ, എഡിറ്റിംഗ്, മ്യൂസിക് ഒരു പരിധിവരെ എല്ലാം അടിപൊളിയാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി സൂപ്പറായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് അൺഡൗട്ടഡ്ലി ബേസിൽ ജോസഫ് എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ അഭിനയമാണ്. പലരും പറഞ്ഞു അദ്ദേഹം പോരാ മറ്റേതാ മറിച്ച്. ഞാനതിനോട് യോജിക്കത്തില്ല. ബേസിൽ ജോസഫ് ഈ സിനിമയിൽ ഉഗ്ര അഭിനയമാണ് വെച്ചിരിക്കുന്നത്. കോമഡി സീനുകളിൽ, ന്യൂട്രലായിട്ട് അഭിനയിക്കേണ്ട സീനുകളിൽ, സീരിയസ് ആയിട്ട് അഭിനയിക്കേണ്ട സീനുകളിൽ, വിഷമം വരുന്ന സീനുകളിൽ, ദേഷ്യം വരുന്ന സീനുകളിൽ ആ കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അത് വ്യക്തമായിട്ട് ആ അഭിനേതാവ് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും അത് എന്താ പറയണ്ടത്, ഉഗ്രൻ എന്നല്ല അതൊന്നും പറയാൻ പറ്റില്ല. ബേസിൽ ജോസഫ് ഈസ് എ ട്രമെൻഡസ്ലി അമേസിങ് ആക്ടർ, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കിടപിടച്ച് നിൽക്കുന്ന ആക്ടറാണ് സജിൻ ഗോപു. സജിൻ ഗോപു നമുക്കറിയാം, ആവേശത്തിലൊക്കെ നമ്മുടെ അമ്പാൻ. അദ്ദേഹം അടിപൊളിയായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷെ സൂപ്പറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും നമുക്ക് ഭയം തോന്നിക്കുന്ന രീതിയും എല്ലാം കൊള്ളാം. പിന്നെ ലിജോ മോൾ ജോസ്, ഒരു പ്രൊമനൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടർ പുള്ളിക്കാരിയേ ഉള്ളൂ. പുള്ളിക്കാരുടെ അമ്മയായിട്ട് വരുന്ന ആക്ട്രസും ഉണ്ട്, പക്ഷേ അവർക്ക് കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ. ലിജോ മോൾ ജോസിനാണ് കുറേ സ്ക്രീൻ ടൈം ഉള്ളത്. പുള്ളിക്കാരിയുടെ റോളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കഥ കാണിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നടന്നൊരു കഥയെ ആസ്പദമാക്കിയ, നോവലിനെ ആസ്പദമാക്കിയ സിനിമയാണ്. അപ്പം സ്വാഭാവികമായിട്ടും റിയലായിട്ട് സംഭവിച്ച കാര്യങ്ങൾ പലതും അതിനകത്ത് വരുമല്ലോ. അപ്പോൾ ലൈക്ക് ഐ സെഡ്, ഓവറോൾ അടിപൊളി സിനിമയാണ്, കാണേണ്ടതാണ്, കണ്ടിരിക്കുക. ഗോയിങ് ടു ദ സ്പോയിലേഴ്സ്, ഇനി അങ്ങോട്ട് സ്പോയിലർ കാണും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും എടുക്കുന്ന തീരുമാനം, ആദ്യമേ ഈ ലിജോ മോൾ ജോസിൻ്റെ കഥാപാത്രത്തിൽ ജ്യേഷ്ഠനായിട്ട് വരുന്ന ആ നടൻ്റെ ആനന്ദ് മന്മഥൻ്റെ ഒരു ക്യാരക്ടർ, അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അത്രയും ഓൺ ദ ഗോ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഭയങ്കര അനോയിങ് ആണ് അവരുടെ ബിഹേവിയർ. പക്ഷേ അങ്ങനെ തീരുമാനമെടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ റിപ്പർക്കഷൻ ഇതിനകത്ത് കാണിക്കുന്നത്, പുള്ളിക്കാരുടെ കല്യാണത്തിന് സ്വർണം ഇങ്ങൊന്നും കിട്ടുന്നില്ല, പ്രതീക്ഷിച്ച പോലെ മറ്റുള്ളവർ കൊണ്ടുതരുമെന്ന് പ്രതീക്ഷിക്കുന്ന അമ്മ സ്വർണം, അത് ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അത് വരത്തില്ല എന്ന് നമുക്ക് സെൻസിബിളായിട്ടുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഇരിക്കരുത് എന്നുള്ളത്. പക്ഷേ ദാരിദ്ര്യം പിടിച്ചൊരു ഫാമിലിയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അതൊക്കെ വളരെയധികം ജസ്റ്റിഫൈഡ്, പ്ലോട്ട് ഹോൾസ് വളരെ കുറവായിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. വളരെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയായിട്ട് എനിക്ക് തോന്നി. ആദ്യമേ ഒക്കെ ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രത്തിന് ആ
ഈ ലിജോ മോൾ ജോസിൻ്റെ അമ്മയോടുള്ള സഹതാപവും പിന്നീട് അവർ കളിക്കുവാണെന്ന് പറയുന്നതും, പക്ഷേ അവർ സത്യത്തിൽ അവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ബേസിലിനെ അത് എഫക്റ്റ് ചെയ്യുന്നതും, ബേസിലിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുമ്പോൾ അദ്ദേഹം എന്ത് ദാരിദ്ര്യത്തിൽ നിന്ന് വന്നതാണെന്നും അദ്ദേഹം മൊത്തത്തിലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കാൻ നോക്കുന്ന ഒരു കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു റെവല്യൂഷനൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും ഓൺ ദ നോസ് അല്ല, നമുക്ക് ഇത് കാണുമോ ഇദ്ദേഹം പാവപ്പെട്ടവനാണ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് വളരെ മിതമായ രീതിയിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയിച്ചാണ് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് തലവെട്ടിച്ചിറ എന്നുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഇവൻ പിന്നെയും അവരുടെ അടുത്ത് ചെല്ലുന്നതും അവനെ എന്തുകൊണ്ട് ഓടിക്കുന്നില്ല എന്നുള്ളതൊക്കെ എനിക്ക് തോന്നി. അങ്ങനത്തെ ചെറിയ പ്ലോട്ട് ഹോൾസ് ഉള്ളതുപോലെ തോന്നി. പിന്നെ ഒരു വഴിയേ ഉള്ളൂ അങ്ങോട്ട് വരാനും പോകാനും, പിന്നെ എങ്ങനെ ഇവൻ അവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതിനൊരു ചോദ്യം വരും. ലാസ്റ്റിലത്തെ ഫൈറ്റ് സീൻ അടിപൊളി ഫൈറ്റ് സീനായിരുന്നു. പക്ഷേ വളരെ കൺവീനിയൻ്റായിട്ട് പ്രധാന കഥാപാത്രമായ ബേസിൽ ജോസഫിൻ്റെ പി അജേഷ് രക്ഷപ്പെടാനുള്ള രീതിയിൽ തന്നെയുള്ള ഒരു നറേറ്റീവാണ് അതിലുള്ളത്. പക്ഷെ അത് അങ്ങനെ അല്ലാതെ പറ്റത്തില്ലല്ലോ. ഈ സ്റ്റോറി എന്ന് പറയുന്ന ഈ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റിയുള്ളൊരു സിനിമയല്ല. കാരണം അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് പി അജേഷിനെ കുത്തുകൊള്ളുന്ന സീനിൽ അത് കുറച്ചുകൂടെ റെലവൻ്റ് ആയിരുന്നു. അത് അത്ര റെലവൻ്റ് അല്ലായിരുന്നു. കുത്തുകൊണ്ടു അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വരുന്നു എന്നേ കാണിക്കുന്നുള്ളൂ, വിച്ച് ഈസ് സാഡ്. കാരണം ഇത്രയും നല്ല സിനിമയ്ക്കകത്ത് അതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ പല വാളിച്ചകളും ഉള്ള പോലെ തോന്നി. പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സിനിമ അത്രയും നല്ല രീതിയിൽ എഴുതിയേക്കുന്നുണ്ട്, ഇതൊന്നും നമ്മളത്ര വില വെക്കത്തില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ലോണം എൻ്റർടൈനിങ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല അഭിനയമായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ വരുന്ന ഇഷ്യൂസ് എന്തുകൊണ്ട് ആ തലവെട്ടിച്ചിറയെ ഇത്രയും പൊക്കി അടിച്ചിട്ട് അവിടെ ഉള്ളവരാരും അത്ര വയലൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ ഈ മരിയാനോ എന്ന് പറയുന്ന സച്ചിൻ ഗോപുവിൻ്റെ കഥാപാത്രം മാത്രമേ ഉള്ളൂ വയലൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ആ ഐലൻഡിലുള്ള അല്ലെങ്കിൽ ആ ദ്വീപിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആ തലവെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരോ അത്ര വയലൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അവരൊക്കെ സാധാരണ ആൾക്കാർ ഉത്സവമൊക്കെ കൂടുന്നു, റാസയ്ക്ക് പോകുന്നു, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് തന്നെ എനിക്ക് തോന്നി. അതിൻ്റെ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ട് അവരെ വില്ലന്മാരായിട്ട് കാണിച്ചു, അവിടെ ഉള്ളവർ മോശമാണെന്ന രീതി കാണിച്ചു എന്ന് എനിക്ക് കഥ തോന്നിയില്ല. അവസാനത്തെ ഫൈറ്റിലാണെങ്കിലും അവൻ രക്ഷപ്പെട്ടു പോകുമ്പം പെട്ടെന്ന് ആനന്ദ് മന്മഥൻ്റെ ക്യാരക്ടർ ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രം വന്ന് ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ വരുന്നതൊക്കെ അത് എനിക്കങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. അതങ്ങനെ ഇതുണ്ടായിരുന്നു എന്ന് തന്നെ തോന്നി. പക്ഷേ എഗെയിൻ ഇതൊക്കെ ഒരു നിറ്റ്പിക്കായിട്ട് ഞാൻ പറയത്തുള്ളൂ. സിനിമ thoroughly എൻജോയ് ചെയ്തായിരുന്നു ഞാൻ. നല്ല സിനിമയാണ്. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുള്ള സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഈ റിവ്യൂ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം.